പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 അക്കൗണ്ടൻസിയിലെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പൊതുവേ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു തിയറി ക്വസ്റ്റ്യനും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനുമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, ഒരു ചാപ്റ്ററാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തിയറി ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർമാറ്റാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫോർമാറ്റാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. 3 രീതിയിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കേസ് ക്യാഷ് ബുക്ക് ബാലൻസിന് സ്റ്റാർട്ട് ചെയ്യാം, രണ്ടാമത്തത് പാസ്ബുക്ക് ബാലൻസിന് സ്റ്റാർട്ട് ചെയ്യാം, മൂന്നാമത്തത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയിട്ട് വരാം. ഓക്കെ, അവിടെ ക്യാഷ് ബുക്ക് ബാലൻസിന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്യാഷ് ബുക്ക് ബാലൻസിന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അതിൻ്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം. ഇനി പാസ്ബുക്ക് ബാലൻസിനാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നതെങ്കിൽ അതിൻ്റെ ബാലൻസ് എന്തായിരിക്കണം, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. ആ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം. പാസ്ബുക്ക് എന്നാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റും ബാലൻസ് വരാം. ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരാം. അതെന്താണ്, അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാസ്ബുക്കൊന്നും ഇതേപോലെ എന്ത് വരാം, ഡെബിറ്റ് ബാലൻസ് തുടങ്ങുന്ന സിറ്റുവേഷൻ വരാം. അതെന്താണ്, ഓവർ ഡ്രാഫ്റ്റ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ ക്യാഷ് ബുക്ക് ബാലൻസ് വരുമ്പോൾ എങ്ങനെ നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം, അതാണ് ആ ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് 2 ഫോർമാറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നന്നായി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. ആ ബാലൻസ് വെച്ചിട്ടാണ്, അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം. ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് ഉണ്ടായിരിക്കണം. ഹെഡിങ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഏത് ഡേറ്റിലേക്കാണോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ അതിൻ്റെ കോളം കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം, 3 കോളമാണ് വരിക. ഒന്ന് പർട്ടിക്കുലേഴ്സ് കോളം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം വരും, പിന്നെ ഒരു എമൗണ്ട് കോളം, പ്ലസിൻ്റെ വരും, മൈനസിൻ്റെ ഒരു എമൗണ്ട് കോളം വരും. ഇങ്ങനെ 3 കോളംസ് ആണ് വരിക. അതിൽ പർട്ടിക്കുലേഴ്സ് കോളം കുറച്ച് വലുപ്പമുണ്ടായിക്കോട്ടെ, പ്ലസ് എമൗണ്ട് കോളം, മൈനസ് എമൗണ്ട് കോളം ചെറിയത് എമൗണ്ട് എഴുതാനുള്ള കോളമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വരച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ തുടങ്ങുന്നത് നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ക്യാഷ് ബുക്ക് ബാലൻസ് പറയുന്നത് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം. ആ ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റാണ് പറയുള്ളൂ. ബാക്കി 2 ഫോർമാറ്റും ഈ ഒരു ഫോർമാറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റണം കേട്ടോ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതി. ഇനി ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, അത് ഓരോന്നും എന്ത് ചെയ്യണം, താഴേക്ക് എഴുതിയിട്ട് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക. അതിൻ്റെ എമൗണ്ട് ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ പ്ലസ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക, ലെസ് ചെയ്യേണ്ടതാണെങ്കിൽ മൈനസ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ആ രീതിയിൽ ചെയ്യാം. ഇനി നോക്കുക, ഞാനിവിടെ തുടക്കം പറഞ്ഞു ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. അതേപോലെ തന്നെ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഓക്കെ, ഇത് കൂടുതൽ എലാബറേറ്റ് ചെയ്തിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കീവേഡ് വെച്ചിട്ട് നമുക്കിത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം അത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം നമ്മൾ എന്ത് എഴുതി, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതി. ഇനി നോക്കുക, ഈ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടി വരിക, അതിൻ്റെ കീവേഡാണ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒന്നാം നോക്കുക, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ഓക്കെ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ ഇഷ്യൂഡ്
ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ഈ ഒരു കീവേഡ് നോക്കണം. ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ബാലൻസ് എന്നാണ് തുടങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഏഡ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കീവേഡ് പറയുന്നത് ക്രെഡിറ്റഡ് ആണ്. ഓക്കെ, ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്നാണ് ട്രാൻസാക്ഷനിൽ പറയണതെങ്കിൽ അത് ക്യാഷ് ബുക്ക് മുൻ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്നാണെങ്കിൽ ക്യാഷ് ബുക്ക് എന്നാണ് തുടങ്ങണമെങ്കിൽ ആഡ് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്, ഇൻട്രസ്റ്റിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് തരിക. ഓക്കെ, അങ്ങനെ ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്നാണ് പറയണതെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് എന്നാണ് തുടങ്ങുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. അതാണ് കീവേഡ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യണം, ക്യാഷ് ബുക്ക് എന്നാണ് തുടങ്ങണമെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 കീവേഡാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ദെൻ ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, മൂന്നാമത്തെ ഡയറക്റ്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 കീവേഡ് വെച്ചിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് ക്യാഷ് ബുക്ക് ബാലൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് 3 ആഡ് ചെയ്ത് കാണിക്കുക. ആഡ് ചെയ്യേണ്ട അറിയാലോ, ആഡ് എമൗണ്ട് കോളത്തിൽ വേണം എമൗണ്ട് കാണിക്കാൻ. ഓക്കെ, ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റംസിൻ്റെ കീവേഡ് നോക്കുക. ലെസ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ ഒന്നാമത്തെ കീവേഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ചെക്ക് ഡെപ്പോസിറ്റഡ് ആണ്, നമ്മൾ നേരത്തെ അവിടെ ഡയറക്റ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെറ്റിപ്പോകരുത് കേട്ടോ. കീവേഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടൊന്നും കൂടുതൽ എലാബറേറ്റ് ചെയ്തിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ലിമിറ്റഡ് ടൈമിൽ എങ്ങനെ സ്കോർ ചെയ്യും അത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഡെപ്പോസിറ്റ് ആണ്, ഡയറക്റ്റും ഡെപ്പോസിറ്റ് ആണ്, ചെക്കും ഡെപ്പോസിറ്റ് ആണ്. അത് രണ്ടും ഡെപ്പോസിറ്റ് ആണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ആഡ് ചെയ്ത് കാണിക്കരുത്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് എന്നാണെങ്കിൽ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ കേസിൽ പറയുന്നത് ചെക്ക് ഡെപ്പോസിറ്റഡ് ആണ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്നാണ്. ഓക്കെ, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അടുത്ത കീവേഡാണ് പറയുന്നത്. ഒന്ന് ഡെപ്പോസിറ്റഡ് പറഞ്ഞു, ചെക്ക് ഡെപ്പോസിറ്റഡ് പറഞ്ഞു, അത് ലെസ് ചെയ്യണം. പിന്നെ അടുത്ത കീവേഡാണ് ഡെബിറ്റഡ്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ഓക്കെ, അവിടെ ക്രെഡിറ്റഡ് ആയിരുന്നു, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ച് എന്ത് ചെയ്യണം, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചത് ആഡ് ചെയ്ത് കാണിക്കണം, പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്ത് കാണിച്ച് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, ദെൻ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാങ്കിൽ നിന്ന് അത്ര എമൗണ്ട് പോവാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പാസ്ബുക്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് ചെയ്യണതൊക്കെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ലെസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ 3 ഐറ്റംസ് ആണ്, ഈ 2 ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും എന്തായിട്ട് വരിക, ലെസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലെസ് എമൗണ്ട് കോളത്തിൽ വേണം കാണിക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ കീവേഡ് ഒന്നും കൂടെ പറയാം. ക്യാഷ് ബുക്ക് ബാലൻസ് എന്നാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ 3 ക്യാഷ് ബുക്ക് ബാലൻസ് എന്നാണ് തുടങ്ങണതെങ്കിൽ ആഡ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ കീവേഡ് പറയാം. ഒന്ന് ചെക്ക് ഇഷ്യൂഡ്, ഓക്കെ, ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ഓക്കെ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. രണ്ടാമത്തത് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. മൂന്നാമത്തത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ്. എന്താണ് മൂന്നാമത്തത്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് എന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ 3 കീവേഡ് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ 3ഉം ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കണം. ക്യാഷ് ബുക്കിനോടൊപ്പം എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്ന് ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്നാണെങ്കിൽ, ഓക്കെ, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക്. ഓക്കെ, അങ്ങനെ ഡെബിറ്റ് ചെയ്യുന്ന, പാസ്ബുക്ക് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ട്രാൻസാക്ഷൻ ആയിട്ട് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ്. ഓക്കെ, ചെക്ക് ഡെപ്പോസിറ്റഡ് ആണ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റഡ് അല്ല. ചെക്ക് ഡെപ്പോസിറ്റഡ് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യാൻ 3 ഐറ്റം കാണിച്ചു, ലെസ് ചെയ്യാൻ 2 ഐറ്റം കാണിച്ചു. ഓക്കെ, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്ന് ഡെബിറ്റഡ്, ചെക്ക് ഡെപ്പോസിറ്റഡ്. ഓക്കെ, ആഡ് ചെയ്യേണ്ട 2 ഐറ്റംസ് എന്തൊക്കെയായിരുന്നു, ആഡ് ചെയ്യേണ്ടത് ഒന്ന് ഇഷ്യൂഡ്, ക്രെഡിറ്റഡ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റംസ് ക്യാഷ് ബുക്ക് ബാലൻസ് തുടങ്ങുകയാണെങ്കിൽ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് 49,000 എഴുതി. ആഡ് ചെയ്യേണ്ട 3 ഐറ്റംസ് 3ഉം പ്ലസ് എമൗണ്ട് കോളത്തിൽ കാണിച്ചു. ദെൻ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് 3 ഉണ്ട്. 3 ലെസ് എമൗണ്ട് കോളത്തിൽ മൈനസ് എമൗണ്ട് കോളത്തിലും കാണിച്ചു. എന്നിട്ട് സാധാ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്യുമ്പോൾ പ്ലസ് എമൗണ്ട് കോളത്തിൽ 67,500 വരും. മൈനസ് എമൗണ്ട് കോളത്തിൽ അത്രയും വരില്ല. ഓക്കെ, 37,400 ഡിഫറൻസ് വരും. 37,400 ഡിഫറൻസ് വരും. അതിന് നേരെ എന്തെന്ന് എഴുതുക, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതുക. ഓക്കെ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. സാധാ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന പോലെ 2 സൈഡും കൂട്ടി നോക്കുക. ഏത് സൈഡാണ് കുറവുള്ളത് നോക്കുക. ആ കുറവുള്ളത് എത്രയും സംഗതി എഴുതുക. അതിന് നേരെ എന്ത് എഴുതുക, എന്താണോ തുടങ്ങിയിട്ടുള്ളത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം താഴെ ബാലൻസിങ്ങിൽ കാണിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ക്യാഷ് ബുക്ക് ബാലൻസിന് തുടങ്ങുമ്പോഴുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി പാസ്ബുക്ക് ബാലൻസിനാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ അവിടെ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. ലെസ് ചെയ്യേണ്ടതൊക്കെ അവിടെ ആഡ് ചെയ്ത് കാണിക്കണം, തിരിച്ചിടാം. ഓക്കെ, പാസ്ബുക്ക് ബാലൻസിനാണ് തുടങ്ങണമെങ്കിൽ ഈ 3 എന്തായിരിക്കും, ലെസ് ആയിരിക്കും വരിക. ഈ 3 എന്തായിട്ടും വരും, പ്ലസ് ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ആ തിയറി ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിൽ നിന്ന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക, ഇതാണ് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്താണ്, explain the causes of difference between cash book and passbook balance. ഓക്കെ, പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, 5 പഠിച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ട് മറന്നേക്ക്. അവിടെ ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ. ഇനി ഇതിൻ്റെ ആൻസർ കണ്ടെത്താനുള്ള മാർഗ്ഗമാണ് ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ ചെയ്തല്ലോ, നമ്മൾ ചെയ്ത പ്രോബ്ലം ആയിരുന്നു ഇവിടെ. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം. ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ എഴുതാം. ഓക്കെ, ആ പ്രോബ്ലത്തിൽ നിന്ന് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കോസസ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്ന തിയറി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, ഒരു ട്രാൻസാക്ഷൻ പറയുന്നല്ലോ. ഒന്നാമത്തത് ഈ ഡെബിറ്റ് ബാലൻസ്, അത് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും എഴുതണ്ട. ഒന്നാമത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, അത് അവിടെ ഒരു പോയിന്റ് ആയിട്ട് ആൻസർ എഴുതാം. അടുത്തത് 2ാമത്തെ പോയിന്റ് ആയിട്ട് ആൻസർ എഴുതാം. ഇത് 3ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. ഇത് 4ാമത്തെ പോയിന്റ്, ഇത് 5ാമത്തെ പോയിന്റ്, ഇത് 6ാമത്തെ പോയിന്റ്. ഇപ്പോൾ 6 പോയിന്റ് കിട്ടിയില്ലേ? ഈ 6 ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയറിയുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ ക്വസ്റ്റ്യനിൽ എമൗണ്ട് ഒക്കെ പറയുന്നുണ്ടാവും. ആ എമൗണ്ട് ഒന്നും നമ്മൾ എവിടെ എഴുതരുത്, ആ തിയറി ക്വസ്റ്റ്യനിൽ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യുമല്ലോ. ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് പറഞ്ഞു. ക്യാഷ് ബുക്ക് ബാലൻസ് എന്നാണ് തുടങ്ങുന്നതെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടി വരിക, എന്തൊക്കെ ഐറ്റംസ് ആണ് ലെസ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യാം. അത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണെങ്കിൽ. ഇനി പാസ്ബുക്ക് ബാലൻസ് ആണെങ്കിൽ ഇവിടെ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഇവിടെ അതൊക്കെ അവിടെ എന്തായിട്ട് വരും, ആഡ് ചെയ്യേണ്ടി വരും. ദെൻ ആഡ് ചെയ്യേണ്ടതൊക്കെ ഇവിടെ ലെസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. പിന്നെ പറഞ്ഞത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആണ്. തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് തിയറീൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ഉണ്ടായിരുന്നു, പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് തിയറി ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ എന്ത് ചെയ്താൽ മതി, ഈ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പകർത്തി വെച്ചാൽ മതി. ഓക്കെ, പകർത്തി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എമൗണ്ട് ഒന്നും അവിടെ പകർത്തി വയ്ക്കരുത് കേട്ടോ, സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നോക്കുക.
ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.